മലയാളികൾ ആരും തന്നെ സുരക്ഷിതരല്ല. ഇതുപോലെ ഒരുപാട് തട്ടിപ്പുകൾ ദിനം പ്രതി പല വിധത്തിൽ നമ്മുടെ പൈസ അടിച്ചു മാറ്റാൻ പല വിധത്തിൽ ലക്ഷങ്ങളാണ് ഒറ്റ ക്ലിക്കിലൂടെ നമുക്ക് പൈസ നഷ്ടമാകുന്നത്. എന്താണ് സംഭവം ഉണ്ടായത്? എനിക്ക് 2 ദിവസം മുമ്പ് കഴിഞ്ഞ 9-ാം തീയതി പിന്നെ ഒരു മെസ്സേജ് വന്നു RTO ചേരാന്ന് പറഞ്ഞിട്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയതാണ്. അത് ഓപ്പൺ ചെയ്ത സമയത്ത് ഫോൺ ഹാങ്ങായി ഓട്ടോമാറ്റിക് ഇൻസ്റ്റാൾ ആയിട്ട് പിന്നെ എൻ്റെ അക്കൗണ്ടിലെ പൈസ പോയി. മെസ്സേജ് വരെ വന്നില്ല. അതാണ് അതിൻ്റെ പ്രത്യേകത. അത് RTOന്റെ വാട്സാപ്പ് മെസ്സേജ് ഒന്നും എനിക്കറിയാം RTO വരില്ല. പക്ഷെ നമുക്കൊരു ആകാംക്ഷ ഉണ്ടാവില്ല തുറക്കാൻ. ആ ആകാംക്ഷ വെച്ചിട്ട് ഞാൻ ജസ്റ്റ് ഓപ്പൺ ചെയ്തോട് കൂടി ഫോൺ ഹാങ്ങായി. ഫോണിൽ നിന്ന് ക്യാഷ് പോയ മെസ്സേജ് വരെ വന്നില്ല. പിറ്റേ ദിവസമാണ് ഞാൻ അറിയുന്നത് ക്യാഷ് പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ബാങ്കിൽ വിളിച്ചപ്പോൾ ഓൾമോസ്റ്റ് 0 ബാലൻസിൻ്റെ റേഞ്ചിലാണ് വന്നത്. അത്ര ഉള്ളതായിരുന്നു. പിന്നെ കഴിഞ്ഞിട്ട് ഞാൻ ഇത് ഗ്രൂപ്പുകളിലിട്ട് വോയിസ് ഇട്ടിരുന്നു. അപ്പോൾ എനിക്ക് 1-2 ആൾക്കാർ വിളിച്ചു. ഇങ്ങനെ ഒരുപാട് പേര് ഇങ്ങനെ പൈസ പോയിട്ടുണ്ട്. എനിക്ക് വിളിച്ചു, എനിക്ക് 2 ആൾ വിളിച്ചോളാണ് ഇങ്ങനെ നിങ്ങൾക്ക് ഇങ്ങനെ വന്നിരുന്നു പറഞ്ഞു. അവനോട് പറഞ്ഞു പിന്നെ എനിക്കിങ്ങനെ വന്ന് കിടക്കേണ്ട എന്താ ചെയ്യണ്ടത്. ഞാൻ അടുത്തേക്ക് പറഞ്ഞു ഓപ്പൺ ചെയ്യല് തൊടല് പെട്ടെന്ന് സിം ഊരിയിട്ട് പിന്നെ ഡിലീറ്റ് ചെയ്തിട്ട് ഇട്ടാൽ മതി. വാട്സാപ്പിലാണ് ഈ സാധനം വരുന്നത്. വാട്സാപ്പിലാണ് ഇപ്പോൾ വരുന്നത്. ഇപ്പോൾ വേറെ അവർ വിളിക്കുന്നുണ്ട്. നിങ്ങളെ വിളിച്ചോ? ഇല്ല, വിളിച്ചിട്ടില്ല. വേറൊരാള് വിളിച്ചു എന്ന് പറഞ്ഞിട്ട് വേറെ ആൾ ഇപ്പോൾ എനിക്ക് വിളിച്ചു. ഇങ്ങനെ തുറക്കാത്തതുകൊണ്ട് വിളിച്ചിട്ട് ഇങ്ങനെ തുറക്കുമെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. ഇത് കേരളത്തിൽ നിന്നല്ല അല്ലെ തട്ടിപ്പ് നടക്കുന്നത്? കേരളത്തിൻ്റെ പുറത്താണ്. പിന്നെ അതിൽ എനിക്ക് വേറെ ഡൗട്ട് ഉണ്ട്. ഇപ്പം നമ്മൾ ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ ഇപ്പോൾ നമ്മൾ അക്കൗണ്ട് എടുത്ത ഒരു ബാങ്ക് ഉണ്ടല്ലോ, ഈ ബാങ്കിലൊരു ഫ്രോഡ് ഇരിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. എൻ്റെ പൈസ പോയെന്നുള്ള ലെവലിൽ ഞാൻ മനസ്സിലാക്കിയതാണ്. കാരണം നമ്മളെ പിൻകോഡ് ഫുള്ള് ഡീറ്റെയിൽസ് അവർക്ക് പിൻകോഡ് പേഴ്സണൽ ഐഡന്റിഫിക്കേഷൻ നമ്പർ അതാണല്ലോ പിൻകോഡ്. അതിൻ്റെ പേഴ്സണൽ അല്ലേ. ഇതെങ്ങനെ വേറൊരാൾക്ക് കിട്ടി? ഈ ആപ്പ് തുറക്കണമെന്നുണ്ടെങ്കിൽ പാസ്വേഡ് ഇതെങ്ങനെ വേറൊരാൾക്ക് കിട്ടി? ഇത് ബാങ്ക് സെർവറായിട്ട് ബന്ധമില്ലാത്ത ഒരാൾക്ക് കിട്ടൂല. അത് ബാങ്കിൽ ഇന്ത്യയിൽ എവിടെയുള്ള ഒരു ബാങ്കിൽ ഒരു ഫ്രോഡ് ഇരിക്കുന്നുണ്ട്. എല്ലാ ബാങ്കിലും ഒരു ഫ്രോഡ് ഉണ്ട്. ആ ഫ്രോഡാണ് ഇത് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവരെ പിന്നിൽ ഈ ബാങ്കിലുള്ള ആളുകൾ. അതുപോലെ തന്നെ ഒരു മെസ്സേജ് തന്ന വ്യക്തിയിലെ ഷാജഹാന്, മഞ്ചേരി തന്നെയുള്ള ഷാജഹാൻ വന്ന ഒരു സംഭവമാണ്. കണ്ടോ, ഇതാണ് സംഭവം. ഇതെനിക്ക് ക്ലിയർ ആയിട്ട് കാണിക്കും. ഇതെനിക്ക് 4 ദിവസം മുമ്പ് എന്റെ സ്റ്റാഫുകളുടെ ഗ്രൂപ്പിൽ വന്നതാണ്. ഇങ്ങനെ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, ശ്രദ്ധിക്കണം, RTO ചെലാൻ പറഞ്ഞിട്ട് ഒരു ആപ്ലിക്കേഷനാണ്, ഓണാക്കിയ ക്യാഷ് പോകുന്നുണ്ട്. ആ ക്യാഷ് പോയ ആളെയാണ് ഇപ്പൊ നമ്മളിപ്പം മീറ്റ് ചെയ്തത്. അയാളെ അനുഭവം പറഞ്ഞാണ്. ഒരു മിനിറ്റ് കാണിച്ചു തരാം. അതാ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പ്രശ്നങ്ങൾ ഇപ്പൊ ഇന്ന് എനിക്ക് വന്നിട്ടുണ്ട്. കണ്ടില്ലേ? പ്രിയ അഗർവാൾ ഈ പ്രിയ അഗർവാൾ ചലാൻ 500 ആപ്പ് ഒരു ആപ്പാണ്. അപ്പൊ ഈ ആപ്പ് ക്ലിക്ക് ചെയ്യുന്നതോട് കൂടി നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് അവർക്ക് കിട്ടും. സംഭവിച്ചത് എന്താന്ന് വെച്ചാൽ ഇന്ന് 2:30 മണിക്ക് എനിക്കൊരു കോൾ വരുന്നേ. സാർ, നിങ്ങൾ കല്ലേത്തോടൻ ഏജൻസീസിന്റെ ഓണർ ഷാജഹാൻ കല്ലേത്തോടനല്ലേ? ഞങ്ങൾ ജസ്റ്റ് ഡയൽ നിന്നാണ്, പ്രിയ അഗർവാളാണ്. ഞങ്ങൾ നിങ്ങളിലേക്ക് ഒരു 4 മണിക്കൂർ മുമ്പ് ഒരു ആപ്ലിക്കേഷൻ അയച്ചിരുന്നു. ഇംഗ്ലീഷ് കലർന്ന മലയാളികളല്ല, മലയാളിയല്ല, മനസ്സിലാവുന്നുണ്ട്. അവർ പ്രിയ അഗർവാൾ എന്ന് പറഞ്ഞു. ഒരു ആപ്ലിക്കേഷൻ അയച്ചിട്ടുണ്ട്, സാർ ഒന്ന് ഓപ്പൺ ആക്കുമോ ചോദിച്ചു. ഓക്കെ ശരി, ഞാൻ ഓപ്പൺ ആക്കി തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. പക്ഷെ അപ്പം എൻ്റെ ഓർമ്മയിലേക്ക് ഇത് വന്നില്ല. ഞാൻ ഇപ്പൊ നോക്കുമ്പോഴാണ് ഇത് കണ്ടത്. ശരിക്കും നോക്കോളൂ, അത് തന്നെയാണ് എനിക്ക് വന്ന അതേ വാട്സപ്പിൽ അങ്ങനെ ആ ഒരു വോയിസ് 2 വോയിസുകൾ വന്നുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെട്ടു. അതെ, നോക്കി 2 സെയിം സാധനം എന്റെ ഫോണിൽ മാക്സിമം ഷെയർ ചെയ്യുക. കാരണം ഒരുപാട് പേര് ഈ തട്ടിപ്പിന് ഇരയാവും. എന്റെ ഫോണിലേക്ക് കണ്ടോ, സെയിം സാധനം. അപ്പൊ എല്ലാം ശ്രദ്ധിക്കുക. ഇത് ഓപ്പൺ ആക്കിയാൽ നമ്മളുടെ എല്ലാം പോകും. ഞാൻ ഐഫോൺ ആയതുകൊണ്ടാണ് കുറച്ചൊരു പ്രൊട്ടക്ഷൻ ഉണ്ട് എന്ന് പറഞ്ഞത് കേട്ടു. ഇത് ഞാൻ ഓപ്പൺ ആക്കുന്നില്ല. ഈ വീഡിയോ കഴിഞ്ഞ ഉടനെ തന്നെ ഞാനിത് ഡിലീറ്റ് ആക്കുകയാണ് ചെയ്യുന്നത്. ഡിലീറ്റ് ആക്കാനും പാടില്ല, ഇത് ക്ലിയർ ചാറ്റ് അടിക്കാൻ വേണ്ടത്. ഇതിൽ തൊട്ടിട്ട് ഉള്ള ഒരു കളിയും പറ്റൂല. നല്ലോണം ശ്രദ്ധിക്കുക. നമ്മൾ RTOന്റെ ചെലാൻ എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മളെ നേരെ നമുക്ക് പരിവാഹൻ നമ്മുടെ RTOന്റെ സൈറ്റിൽ നേരിട്ട് സൈറ്റിൽ അടക്കാനുള്ള ഒരു മാർഗം നമുക്കുണ്ട്. ഇങ്ങനെ വിളിച്ചിട്ട് അവർ പറയുന്നില്ല ഇൻഫർമേഷൻ പല മേഖലയിലും നമുക്ക് കിട്ടുന്നുണ്ട്. വാട്സാപ്പ് ഗ്രൂപ്പിൽ വരുന്നുണ്ട്. പോലീസുകാരും RTO ഒക്കെ പറയുന്നുണ്ട് നമ്മളോട് ഒരിക്കലും ഇതുപോലെ തട്ടിപ്പ് ഇടയാകരുത്. എന്നിട്ടും ഇന്ന് സംഭവിച്ച ഒരു കഥയാണ് ഇപ്പോൾ പറഞ്ഞത്. 1 ലക്ഷം രൂപയാണ് ഇപ്പോൾ നാട്ടിൽ സംസാരിച്ച് ആ സുഹൃത്തിന് പോയിട്ടുള്ളത്. ഇതുപോലത്തെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഇനി ഈ വീഡിയോ കാണുമ്പോൾ ആർക്കും അനുഭവം ഉണ്ടെങ്കിൽ അതും ഇതിൽ പങ്കുവെക്കുക. ഓക്കെ, അത് മാത്രമല്ല ഇനി ഒരു മലയാളി ഇതുപോലുള്ള തട്ടിപ്പിന് മലയാളികളാണ് ഏറ്റവും ഇത് തട്ടിപ്പിന് ഇരയാകുന്നത് സത്യം. എവിടെ പോലെ മലയാളികളാണ് ഇതിലൊക്കെ ഇരയാവുന്നത്. മലയാളികളാണ് ഏറ്റവും ബുദ്ധിയുള്ളവരും വിളവന്മാരും എല്ലാവരും പറയാറ്. മലയാളികളാണ് ക്യാഷ് പോകുന്നതും മലയാളികളാണ്. അപ്പൊ എല്ലാവരും ശ്രദ്ധിക്കുക, ലക്ഷങ്ങൾ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ എല്ലാവരും സുരക്ഷിതരായി ഇരിക്കുക. ഈ ഇൻഫർമേഷൻ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. കണ്ടോ, RTO ചലാൻ 500 ആപ്പാണ് ഇത് വന്നിട്ടുള്ളത്. കണ്ടോ, ചലാന് ഒരു ഡോക്യുമെന്റ് ആയിട്ടല്ലേ വരേണ്ടത്. ബില്ലാണെങ്കിൽ ഡോക്യുമെന്റ് ആയിട്ട് നമുക്ക് വരേണ്ടത്. ഇത് ആപ്ലിക്കേഷൻ ഒരിക്കലും അത് RTO അങ്ങനെ നേരിട്ട് അയക്കൂല. ഇത് ആപ്ലിക്കേഷൻ ആയിട്ട് വന്നിട്ടുള്ളത്.
RTO തന്നെ ഇടക്കിടക്ക് പരസ്യം ചെയ്യുന്നുണ്ട്, പോലീസ് ഇടക്കിടക്ക് പരസ്യം ചെയ്യുന്നുണ്ട്, നല്ല cyber cell ബോധവാന്മാരായ ഇടക്കിടക്ക് ആളുകൾ പരസ്യം ഇതിൽ ചെയ്യുന്നുണ്ട്. പെടൂല, പാവങ്ങളും പെടൂല. ഇത് ഇടത്തരക്കായ നമ്മളെപ്പോലെ സാധാരണക്കാരാണ് ഇതിൽ വീണ് പോകുന്നത് എന്നുള്ളതാണ് വലിയ സങ്കടം. ഇനി നമ്മൾ ഈ ആപ്പ് വന്നാൽ എന്ത് ചെയ്യണം? അതെ, ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഇതിൽ തൊട്ടിട്ട് നമ്മൾ ഡിലീറ്റ് ആക്കാൻ വേണ്ടി പോകരുത്, ഒരിക്കലും ഡിലീറ്റ് ആക്കി പോകരുത്. ഇത് ചെയ്യാന്ന് വെച്ചാൽ മുകളിൽ ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് അടിയിലേക്ക് വരിക, എന്നിട്ടാ ക്ലിയർ ചാറ്റ്, ഈ ക്ലിയർ ചാറ്റ് അടിച്ചിട്ട് വേണം ഇത് ഒഴിവാക്കാൻ. അത് ഒരിക്കലും ഒഴിവാക്കരുത്. ഇപ്പതാ അത് നഷ്ടപ്പെട്ടു. എന്നിട്ട് ഈ നമ്പർ എന്ത് ചെയ്യുക, നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ഓക്കെ, നമ്മൾ ബ്ലോക്ക് ചെയ്യുക. ആ നമ്പർ ഞാൻ ബ്ലോക്ക് ആക്കി. ഇനി ആ നമ്പറിലേക്ക് ഒരു മെസ്സേജും വരില്ല. ഇതാണ് നമ്മൾ ചെയ്യേണ്ടത്. പക്ഷെ ഈ നമ്പർ ബ്ലോക്ക് ആക്കിയാലും വേറെ നമ്പറിന് വരും. സത്യമാണ്, ശ്രദ്ധിക്കണം. കാരണം ഇപ്പൊ തന്നെ വന്നത് രണ്ട് നമ്പറിനാണ്. പക്ഷെ ഞാൻ എന്റെ പ്രൊട്ടക്ഷന് വേണ്ടി ചെയ്തത് മാത്രം.